കൊൽക്കത്ത 15 ഓവറിൽ രമൺദീപ് സിംഗ് കൂടി പോകുമ്പോൾ 93 റൺസ് മാത്രമാണ് കൊൽക്കത്തയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു 120 പോലും എത്തുമോ എന്നുള്ള സംശയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് റിങ്കും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്ന്, റിങ്കു ഫീൽഡ് മനസ്സിലാക്കി, പിച്ച് മനസ്സിലാക്കി കളിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. രാജസ്ഥാനെതിരെയും പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. പുള്ളിയുടെ ഇന്നിങ്സ് ക്രൂഷ്യലുമായിരുന്നു റിങ്കു സിംഗിൻ്റെ. ആ മത്സരത്തിൽ അദ്ദേഹം തിരിച്ചു വരുന്നത്. ഇപ്പോൾ തിരിച്ച് ലക്നൌവിനെതിരെ വരുമ്പോഴും ആ രീതിയിൽ തന്നെയാണ്. പിന്നീടുള്ള ഓവറുകളിൽ, പ്രത്യേകിച്ച് 20ാമത്തെ ഓവർ നമ്മൾ പറഞ്ഞു രാത്രിയെ 26 റൺസ് തൂക്കിയെ, അതിന് തൊട്ട് മുമ്പ് 19ാമത്തെ ഓവറിൽ ഷമിയെ 17 റൺസ് അടിക്കുന്നുണ്ട്. അതെ, അവസാന 2 ഓവറിൽ 45 റൺസിനടുത്താണ് അടിക്കുന്നത്. അത് തന്നെയാണ് 150 അവർക്ക് കടത്താൻ സാധ്യതയായതും. ആ 2 ഓവർ തന്നെയാണ് ഏറ്റവും ക്രൂഷ്യലായത്. പിച്ച് നമുക്കറിയാം, ഏകാന പിച്ച് ഒരു ഇത്രയും ദിവസങ്ങൾ, അതായത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ 7 സെഞ്ചുറികൾ പിറന്ന IPL നമ്മൾ കണ്ടത്. അത് മാറി, റോഡ് പിച്ച് നിന്ന് മാറി ഏകാന പിച്ച് വളരെ സ്പോർട്ടീവായ വിക്കറ്റാണ്. പേസർമാർക്ക് നല്ല ആനുകൂല്യം കിട്ടുന്ന പിച്ചാണ്. അപ്പോൾ അവിടെ ആ രീതിയിൽ കളിക്കണമായിരുന്നു, പിച്ച് മനസ്സിലാക്കി കൺട്രോൾ ചെയ്ത് കളിക്കണമായിരുന്നു. അങ്ങനെ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് തന്നെയാണ് റിങ്കു കളിച്ചത്. ഡീപ്പിലേക്ക് മത്സരം കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ പിച്ചിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗ്ഗം. അവസാന നിമിഷം നോക്കി അടിക്കുക. കാമറൂൺ ഗ്രീനൊന്നും ചെയ്യാതിരുന്നത് അതാണ്. റിങ്കു മത്സരം ഡീപ്പിലേക്ക് കൊണ്ടുപോയി അവസാന 2 ഓവറിൽ തൂക്കി അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ 150 മുകളിലേക്ക് ഒരു സ്കോർ വന്നു. ഒപ്പം ഫീൽഡിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ 5 ക്യാച്ചുകൾ, 5 നിർണായകമായ ക്യാച്ചുകൾ റിങ്കു പിടിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ സെഞ്ചുറികളും ക്യാച്ച് ഡ്രോപ്പുകളുമാണ് കുറച്ച് നാളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് 5 നല്ല ക്യാച്ചുകൾ പിടിച്ചുകൊണ്ട് റിങ്കു ഇതാവുന്നതും.